ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്കാണ്. നെടുമങ്ങാട് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ അപകടമുണ്ടായിരിക്കുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ഒക്കെ ചേർന്ന പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്ന വിവരം. നെടുമങ്ങാട് കന്യാകുളങ്ങര റോഡിലെ ഇരിഞ്ചിയത്താണ് അപകടം ഉണ്ടായത്. കമലേഷ് തെക്കേക്കാട് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. കമലേഷ്, നിരവധി പേർക്ക് പരിക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എങ്ങനെയാണ് അപകടം ഉണ്ടായത്? രക്ഷാപ്രവർത്തനം ഏത് നിലയിൽ പുരോഗമിക്കുന്നു? അക്ഷിത, ഈ നെടുമങ്ങാട് ഇരിഞ്ചയത്താണ് ഇത് ഒരു ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് റോഡിൽ മറിഞ്ഞിട്ടുള്ളത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 49ഓളം പേർ ഈ ബസ്സിലുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാട്ടാക്കട പെരിങ്കട വിളയിൽ നിന്നും ടൂർ പോയ ആളുകൾക്കാണ്, അതായത് വിനോദസഞ്ചാരത്തിനായി പോയ ആളുകൾ സഞ്ചരിച്ചിരുന്ന വലിയ ടൂറിസ്റ്റ് ബസ്സാണ് റോഡിൽ മറിഞ്ഞിട്ടുള്ളത്. നാട്ടുകാരും പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും എല്ലാം ചേർന്ന് ഈ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും കമലേഷ്, അപകട കാരണം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഒപ്പം തന്നെ ഈ പരിക്കേറ്റവരുടെ ഈ പരിക്ക് അത് ഗുരുതരമാണോ? എങ്ങനെയാണ് വിവരങ്ങൾ? അക്ഷിത, ഈ അപകട കാരണം എന്ത് എന്നത് സംബന്ധിച്ച വിവരങ്ങളിലേക്ക് നമുക്ക് പോകാറായിട്ടില്ല. ഏതായാലും ഇപ്പോൾ ഈ അപകടം നടന്ന അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് നടക്കുന്നത്. നാട്ടുകാരെല്ലാം തന്നെ ഇവിടെ കൂടിയിട്ടുണ്ട്. അവരെല്ലാം ചേർന്ന് പോലീസിനോടും ഫയർഫോഴ്സിനോടും ഒപ്പം ചേർന്ന് നാട്ടുകാരും ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാണ്. പരിക്കേറ്റ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്കാണ് കൂടുതൽ ആളുകളെയും ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. 49 പേരാണ് ഈ ബസ്സിലുണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബസ് പോകുന്നതിനിടെ റോഡിലേക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നാണ് ഇത് സംബന്ധിച്ച് ഇത് കണ്ട ആളുകൾ പറയുന്നത്. ഏതായാലും എന്താണ് സംഭവിച്ചത്, ഈ അപകടത്തിന്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ചതടക്കം നമുക്ക് അല്പം കഴിഞ്ഞാൽ മാത്രമേ അത് സംബന്ധിച്ച കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഏതായാലും ചില ആളുകളുടെ പരിക്ക് ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി പേർക്ക് ഈ ബസ്സിലുണ്ടായിരുന്ന ഈ 49-ൽ ഭൂരിഭാഗം ആളുകൾക്കും ഇതിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്ഷിത, ശരി. കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ നൽകിയത്. 49 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നു. അപകട കാരണം നിലവിൽ വ്യക്തമായിട്ടില്ല.